ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് റെസിപ്റ്റ് വൗച്ചറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ടാലിയിലെ റെസിപ്റ്റ് വൗച്ചർ എങ്ങനെയൊക്കെയാണ് റെസിപ്റ്റ് വൗച്ചറിൽ നമ്മൾ എൻട്രി ചെയ്യുന്നത് എന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ കമ്പനി ഓപ്പൺ ചെയ്യുക, അതിനുശേഷം അക്കൗണ്ടിങ് വൗച്ചർ എടുക്കുക. അക്കൗണ്ടിങ് വൗച്ചർ സെലക്ട് ചെയ്യുക. അക്കൗണ്ടിങ് വൗച്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിലിപ്പോൾ സെയിൽസ് എന്ന് പറയുന്ന വൗച്ചറാണ് ആക്റ്റീവായിട്ട് കിടക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്ന് റെസിപ്റ്റ് വൗച്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇതിൽ F6 ആണ് റെസിപ്റ്റ് വൗച്ചർ എടുക്കാനുള്ള നമ്മുടെ ഷോർട്ട് കീ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ റെസിപ്റ്റ് വൗച്ചറിനെ സെലക്ട് ചെയ്യാം. റെസിപ്റ്റ് വൗച്ചറിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിലിപ്പോൾ നമ്മൾ ഏതൊരു ബിസിനസ്സിൻ്റെ എൻട്രി നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് റെസിപ്റ്റ് വൗച്ചറിലാണ് ചെയ്യുന്നത്. കാരണം ബിസിനസ്സിലേക്ക് എപ്പോഴൊക്കെ ക്യാഷ് വരുന്നോ അതെല്ലാം നമ്മൾ റെസിപ്റ്റ് വൗച്ചറിൽ വേണം എൻ്റർ ചെയ്യാൻ. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് വരുന്ന ക്യാഷാണ്. അപ്പോൾ അതിനെ നമ്മൾ റെസിപ്റ്റ് വൗച്ചറിലാണ് എൻ്റർ ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാപിറ്റലിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് 2 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടതിനെയാണ് 2 എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണത് ക്യാപിറ്റലാണ്. ജേണൽ എൻട്രി വരിക ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിനെയാണ്. അപ്പോൾ ക്യാപിറ്റൽ എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. Alt C എന്ന് പറയുന്ന ഷോർട്ട് കീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെഡ്ജർ ക്രിയേഷനിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ക്യാപിറ്റൽ എന്ന് ടൈപ്പ് ചെയ്യുക. അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്, അത് റൈറ്റ് സൈഡിൽ വരുന്ന ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് സെലക്ട് ചെയ്യണം. അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ്, അഡ്രസ്സും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളിവിടെ എൻ്റർ ചെയ്യുക. ഇനി നമ്മളിതിനെ സേവ് ചെയ്യുക. ഇവിടെ എമൗണ്ട് കൊടുക്കണം, എത്ര രൂപയാണ് നമ്മൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി ഡെബിറ്റ് ചെയ്യണത് ക്യാഷിനെയാണ്. ക്യാഷ് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഇതിന്ന് ക്യാഷ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു റെസിപ്റ്റിൻ്റെ ഒരു വൗച്ചർ നമ്മൾ സേവ് ചെയ്യാണ്. ഒരു ജേണൽ എൻട്രി നമ്മൾ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് കമ്മീഷൻ റിസീവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ കമ്മീഷൻ റിസീവ് ചെയ്യാണ്, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നമ്മൾ കമ്മീഷൻ റിസീവ് ചെയ്തു എന്ന് പറയുമ്പോൾ അതും റെസിപ്റ്റ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. ക്യാഷ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യേണ്ടത് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു ലെഡ്ജറിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ Alt C കൊടുത്ത് വീണ്ടും കമ്മീഷൻ റിസീവ്ഡ് എന്നുള്ളത് കൊടുക്കുക. കമ്മീഷൻ റിസീവ്ഡ് എന്നുള്ളത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻഡയറക്റ്റ് ഇൻകം സെലക്ട് ചെയ്യുക, എമൗണ്ട് കൊടുക്കുക. ഇവിടെ ക്യാഷ് ആയിട്ടാണെങ്കിൽ ക്യാഷ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതല്ല ബാങ്ക് ആണെങ്കിൽ Alt C അടിച്ച് നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത് കാണിച്ചു. ഇനി നമ്മൾ സെയിൽ ചെയ്ത പാർട്ടീസിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് നമ്മൾ റിസീവ് ചെയ്യാണ്. ഒരു ഡേറ്റിൽ നമ്മൾ അവർക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. ആ സെയിൽ ചെയ്തതിന് ശേഷം ആ പാർട്ടി നമുക്ക് വേറൊരു ഡേറ്റിൽ ക്യാഷ് തരുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷിനെ, അതുപോലെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് പാർട്ടി നെയിമാണ്. അപ്പോൾ Alt C എന്നുള്ളത് കൊടുത്തു. ഒരു പാർട്ടി നെയിം, അത് സൺട്രി ഡെപ്റ്റർ ആയിട്ടാണ് കാണിക്കേണ്ടത്. ഫുള്ള് ഡീറ്റെയിൽസ് അവരുടെ കൊടുക്കണം. അവർ തരാനുള്ള എമൗണ്ട് നമ്മളിവിടെ കാണിക്കുക. ഇനി ഇവിടെ വന്ന് അത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇത് ഒരു പാർട്ടി നമുക്ക് ക്യാഷ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇനി വേറൊരാൾ അത് ചെക്കായിട്ടാണ് കാണിക്കുന്നത്. ചെക്കായിട്ട് തന്നു നമുക്ക്, അല്ലെങ്കിൽ ബാങ്കിലേക്ക് തരികയാണ് ചെയ്തത്. അപ്പം നമ്മളിവിടെ വീണ്ടും അടുത്ത ആളുടെ പേര് കൊടുക്കുന്നു. സൺട്രി ഡെപ്റ്റർ തന്നെയാണ് വരുന്നത്. ഇവർ നമുക്ക് തരുന്നത് ചെക്കായിട്ട് അല്ലെങ്കിൽ ബാങ്കിലേക്ക് ഇടുകയാണ് ചെയ്തത്. അപ്പം നമ്മളിവിടെ ഇതിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് ബാങ്കിനെയാണ്. Alt C അടിക്കുക, ബാങ്ക് എന്നുള്ളത് കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് ആണ് അണ്ടർ വരേണ്ടത്. ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അതിനെ നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്ക് കോമ്പൗണ്ട് എൻട്രി ആയിട്ട് വേണമെങ്കിൽ എൻട്രി ചെയ്യാം. 2-3 ഇൻകം നമുക്ക് ഒരുപോലെ ക്യാഷ് ആയിട്ട് തന്നെ 2-3 ഇൻകംസ് ഒപ്പം നമുക്ക് എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ഇവിടെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൽ കമ്മീഷൻ കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു കോമ്പൗണ്ട് എൻട്രി ആയിട്ട് നമുക്ക് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ കമ്മീഷൻ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വരുന്നുണ്ട്. കമ്മീഷൻ്റെ എമൗണ്ട് കൊടുക്കുക, 150 കമ്മീഷൻ. ഇനി ഇവിടെ നമുക്ക് വീണ്ടും അടുത്ത ഡിസ്കൗണ്ട് റിസീവ് ചെയ്തത് നമുക്ക് കാണിക്കണം. അപ്പോൾ ബൈ എന്ന് പറയുന്നത് മാറ്റി അവിടെ 2 എന്ന് വരണം. ഇവിടെ നമ്മൾ 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
രണ്ടിനെയും ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 എന്നുള്ളത് കൊടുത്തു. ഇനി ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ളത് കൊടുക്കുക. ഇൻഡയറക്റ്റ് ഇൻകം ആണ് വരുന്നത്. ഇനി ഇതിൽ ബൈ ക്യാഷ് ആയിട്ട് കൊടുക്കാം. അതല്ല ഒരെണ്ണം കൂടെ വരുന്നുണ്ട്, ഒരു ഇൻകം കൂടെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടെ 2 എന്ന് പറഞ്ഞ് ഒന്നുകൂടെ നമ്മൾ എൻട്രി ചെയ്യുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ടോട്ടൽ എമൗണ്ട് നമുക്ക് ഇവിടെ കിട്ടും. ഇങ്ങനെ നമുക്ക് ഇതിനെ സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കോമ്പൗണ്ട് എൻട്രി ആയിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതേ റെസിപ്റ്റ് ആയാലും പേയ്മെന്റ് ആയാലും ക്യാഷ് ആയിട്ട് വരുന്ന ലെഡ്ജറിനെ വേറെയും, അതേ റെസിപ്റ്റിൽ തന്നെ ക്യാഷ് റെസിപ്റ്റ് വേറെ, ബാങ്ക് റെസിപ്റ്റ് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണിക്കണം എന്നുണ്ട്. അതും നമുക്ക് ഇതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ വന്ന് നമ്മൾ പുതിയ ഒരു ലെഡ്ജറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട് റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വൗച്ചറാണ് നമുക്ക് പുതുതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ റെസിപ്റ്റ് എന്ന് പറയുന്ന ഒരു വൗച്ചർ ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് പുതുതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ വൗച്ചറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗെറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്ന വിൻഡോയിൽ നമ്മൾ എത്തും. ഇവിടെ നിന്ന് അക്കൗണ്ട്സ് ഇൻഫോ സെലക്ട് ചെയ്യുക. അക്കൗണ്ട്സ് ഇൻഫോ സെലക്ട് ചെയ്തു. അതിൽ വൗച്ചർ ടൈപ്പ്, വൗച്ചറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. വൗച്ചർ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇതിൽ ക്രിയേറ്റ് എന്നുള്ളത് എടുക്കുക. പുതുത് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. ക്രിയേറ്റ് എന്നുള്ളത് നമ്മൾ എടുത്തു. ഇനി ഇവിടെ നമ്മൾ ബാങ്ക് റെസിപ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇതിൽ നമ്മളിവിടെ റെസിപ്റ്റ് വൗച്ചർ തന്നെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ റെസിപ്റ്റ് വൗച്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി നമ്മളിതിനെ സേവ് ചെയ്യുക. അതേപോലെ ക്യാഷ് റെസിപ്റ്റ് എന്നുള്ളതും ടൈപ്പ് ചെയ്യുക. റെസിപ്റ്റ് എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് പേയ്മെന്റ് ചെയ്യുന്ന സമയത്തും ചെയ്യാം കേട്ടോ. അപ്പോൾ ക്യാഷ് റെസിപ്റ്റിന് പകരം ക്യാഷ് പേയ്മെന്റ്, അതേപോലെ തന്നെ ബാങ്ക് പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വരിക നമ്മൾ. ഇനി അക്കൗണ്ടിങ് വൗച്ചർ എടുക്കുക. അക്കൗണ്ടിങ് വൗച്ചർ എടുത്തതിന് ശേഷം റെസിപ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് റെസിപ്റ്റ് വൗച്ചർ സെലക്ട് ചെയ്യുക. റെസിപ്റ്റ് വൗച്ചർ സെലക്ട് ചെയ്യുമ്പോൾ വൗച്ചർ ടൈപ്പ് ചോദിക്കും. നമ്മളിപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻ ആണോ ചെയ്യുന്നത്, അതുപോലെ ക്യാഷ് റെസിപ്റ്റ് ആണോ എന്നുള്ളത് വരും. സാധാരണ റെസിപ്റ്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ ക്യാഷ് തന്നതാണ്, അത് പ്രത്യേകം ക്യാഷ് ആയിട്ട് തന്നെ റെസിപ്റ്റിൽ കാണിക്കണം, അല്ലെങ്കിൽ ബാങ്ക് വഴിയുള്ളതാണെങ്കിൽ നമ്മൾ ഇതിന്ന് ബാങ്ക് റെസിപ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാങ്ക് റെസിപ്റ്റ് എന്നുള്ളത് വരും. ഇതൊക്കെ റെസിപ്റ്റിൻ്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത് റിപ്പോർട്ട് വരുമ്പോഴൊക്കെ. പക്ഷേ ഇങ്ങനെ നമ്മൾക്ക് ലെഡ്ജേഴ്സ് എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഓരോന്നും പ്രത്യേകം അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യും. ഇപ്പോൾ അരുൺ എന്നുള്ളത് അവർ ബാങ്ക് ആയിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെക്ക് ആയിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബാങ്കിന്റെ ഡീറ്റെയിൽ കൊടുക്കാം. അപ്പോൾ അത് ബാങ്ക് റെസിപ്റ്റിൽ വരും. ഈ ഒരു രീതിയിലും ചെയ്യാം. ഇത് നമുക്ക് പേയ്മെന്റിലും ചെയ്യാം. നല്ലൊരു കാര്യമാണ്, കാരണം പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ പേയ്മെന്റ് എടുത്താലും ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ.